നമസ്കാരം. STV ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ അജയ് വിജയൻ. പ്രധാന വാർത്തകൾ. ഭൂരഹിതരും ഭവനരഹിതരുമായ ഗോത്രവിഭാഗക്കാർക്ക് ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി വീട് നിർമ്മിക്കാൻ ആവശ്യമായ ഭൂമി ലാൻഡ് ബാങ്കിൽ ലഭ്യമാക്കുമെന്ന് മന്ത്രി OR കേളു. SC/ST പ്രൊമോട്ടർമാർ മികച്ച രീതിയിൽ പ്രവർത്തിക്കണമെന്നും മന്ത്രി. തൃശൂരിൽ പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗ വികസന വകുപ്പ് തല പദ്ധതികളുടെ ജില്ലാതല അവലോകന യോഗം. തൃശൂരിൽ ATM കവർച്ച നടത്തിയത് ഹരിയാനയിലെ മേവാത്ത് ഗ്യാങ്. കേരളത്തിലും തമിഴ്നാട്ടിലും മുമ്പ് നടന്നിട്ടുള്ള പല ATM കവർച്ചകൾക്കു പിന്നിലും ഇതേ സംഘമെന്ന് സൂചന ലഭിച്ചതായി സിറ്റി പോലീസ് കമ്മീഷണർ. കുന്നംകുളത്ത് വ്യത്യസ്ത പോക്സോ കേസുകളിൽ അധ്യാപകൻ ഉൾപ്പെടെ 2 പേർ അറസ്റ്റിൽ. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയെന്ന പരാതിയിൽ കുന്നംകുളം പോലീസ് പിടികൂടിയത് CPM ബ്രാഞ്ച് സെക്രട്ടറി കൂടിയായ സ്കൂൾ അധ്യാപകൻ ചെർനെല്ലൂർ സ്വദേശി സെബിൻ ഫ്രാൻസിസിനെ. പ്രായപൂർത്തിയാകാത്ത മറ്റൊരു പെൺകുട്ടിക്കും നേരെ ലൈംഗിക അതിക്രമം നടത്തിയ വടക്കേക്കാട് പുന്നയൂർ സ്വദേശി 26 വയസ്സുള്ള ശ്രീജിലും കുന്നംകുളം പോലീസിന്റെ പിടിയിൽ. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിയ ട്രെയിനിൽ 18 കിലോ കഞ്ചാവ് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ. ട്രെയിനിൽ കഞ്ചാവ് കണ്ടെത്തിയത് പോലീസിന്റെ പതിവ് പരിശോധനയ്ക്കിടെ. കഞ്ചാവ് കടത്തിയ വ്യക്തിയെ പിടികൂടാനായില്ല. അന്വേഷണം ഊർജിതമാക്കിയതായും ശക്തമായ പരിശോധന തുടരുമെന്നും റെയിൽവേ പോലീസ്. പെട്രോളുമായി പോകുകയായിരുന്ന 70,000 ലിറ്റർ കപ്പാസിറ്റിയുള്ള ഗുഡ്സ് ട്രെയിനിൽ ഇന്ധന ചോർച്ച ശ്രദ്ധയിൽപ്പെട്ടത് പാലക്കാട് കഞ്ചിക്കോടിന് സമീപം വെച്ച്. വഴിമാറിയത് വൻ ദുരന്തം. ചോർച്ചയുണ്ടായത് എറണാകുളത്ത് നിന്ന് ബാംഗ്ലൂരിലേക്ക് പെട്രോളുമായി പോകുകയായിരുന്ന ഓയിൽ ടാങ്കർ ട്രെയിനിൽ. വേതനം ആവശ്യപ്പെട്ട് പാലക്കാട്ട് ആശാവർക്കർമാരുടെ പ്രതിഷേധം. പിച്ചച്ചട്ടി സമരവുമായി ആശാവർക്കേഴ്സ് കോൺഗ്രസ്. പിണറായി സർക്കാർ ആശാവർക്കർമാരെ പിച്ചയ്ക്കിറങ്ങേണ്ട അവസ്ഥയിലാക്കിയെന്ന് INTUC നേതാവ് ചിങ്ങന്നൂർ മനോജ്. സർക്കാരിനെതിരെ താക്കീതുമായി പെൻഷനേഴ്സ് അസോസിയേഷൻ. ജീവനക്കാരെയും പെൻഷൻകാരെയും നിരന്തരം അവഗണിക്കുകയും അപമാനിക്കുകയും ചെയ്യുന്ന ഇടത് സർക്കാരിനെ കാത്തിരിക്കുന്നത് കനത്ത തിരിച്ചടിയെന്ന് KSFA. വടക്കഞ്ചേരി മേഖലയിലെ പച്ചക്കറിത്തോട്ടങ്ങളിൽ വില്ലനായി കായീച്ചകൾ. പ്രതിരോധം തീർക്കാൻ കർഷകർ നെട്ടോട്ടത്തിൽ. രാസമരുന്ന് തളിക്കാത്ത വിഷരഹിത പച്ചക്കറിയാണ് കായീച്ചകൾ വ്യാപകമായി നശിപ്പിക്കുന്നതെന്ന് കർഷകർ. വാർത്തകൾ വിശദമായി. ഗോത്രജനതയ്ക്ക് ലാൻഡ് ബാങ്കിൽ വീട് നിർമ്മിക്കുന്നതിന് ഭൂമി ലഭ്യമാക്കുമെന്ന് മന്ത്രി OR കേളു. സംസ്ഥാന സർക്കാരിന്റെ 100 ദിന കർമ്മ പരിപാടികളുടെ ഭാഗമായി പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗ വികസനത്തിനായുള്ള വകുപ്പ് തല പദ്ധതികളുടെ തൃശൂർ ജില്ലാതല അവലോകന യോഗത്തിനു ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഭൂരഹിതരും ഭവനരഹിതരുമായ ഗോത്രവിഭാഗക്കാർക്ക് ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി വീട് നിർമ്മിക്കുന്നതിനാവശ്യമായ ഭൂമിയാണ് ലാൻഡ് ബാങ്കിൽ ലഭ്യമാക്കുകയെന്ന് മന്ത്രി OR കേളു പറഞ്ഞു. SC/ST പ്രൊമോട്ടർമാർ മികച്ച രീതിയിൽ പ്രവർത്തിക്കണം. എല്ലാ SC/ST ഊരുകളിലേക്കും വാഹനമെത്തിക്കുന്നതിനുള്ള സൗകര്യമൊരുക്കണം. ജില്ലയിലെ ഏതെല്ലാം സങ്കേതങ്ങളിലാണ് ഗതാഗതയോഗ്യമല്ലാത്ത റോഡുകൾ ഉള്ളതെന്നും കുടിവെള്ളം വൈദ്യുതി സൗകര്യങ്ങളില്ലാത്തതെന്നും കണ്ടെത്തി റിപ്പോർട്ട് നൽകണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു. സാമൂഹ്യ പഠനമുറികളുടെ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കണം. എല്ലാ ഓഫീസുകളും ഈ ഓഫീസുകളിലേക്ക് മാറുന്നതിനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കണമെന്നും മന്ത്രി പറഞ്ഞു. വയനാട്ടിൽ നടപ്പാക്കിയ ABCD പദ്ധതി എല്ലാ ജില്ലകളിലും നടപ്പാക്കുമെന്നും മന്ത്രി അറിയിച്ചു. തൃശൂർ ജില്ലയിലെ സ്കൂളുകളിൽ നിന്ന് പട്ടികവർഗ വിദ്യാർത്ഥികളുടെ കൊഴിഞ്ഞുപോക്ക് തടയുന്നതിനുള്ള നടപടി സ്വീകരിക്കും. പ്രധാനമായിട്ടും നമ്മുടെ ഗവൺമെൻറ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ABCD പദ്ധതിയുണ്ട്. എല്ലാ കുടുംബത്തിനും ആധികാരികമായിട്ടുള്ള രേഖ നിർബന്ധമാണ്. അപ്പോൾ ആ രേഖ ലഭ്യമാക്കുന്നതിന് വേണ്ടി ABCD പദ്ധതികൾ നമ്മൾ നിർബന്ധമായിട്ട് നടപ്പാക്കുക. ലൈഫ് ഭവന പദ്ധതി നടപ്പാക്കുന്നുണ്ട്. പക്ഷേ ചില ആൾക്കാർക്ക് ഭൂമിയില്ലാത്ത ഒരു വിഷയമുണ്ട്. അതുകൊണ്ട് തീരെ ഭൂമിയില്ലാത്ത കുടുംബത്തിന് 5 സെൻറ്റ് ഭൂമിയെങ്കിലും വകുപ്പ് നടപ്പാക്കുന്ന ലാൻഡ് ബാങ്ക് പദ്ധതി വഴി ലഭ്യമാക്കുക എന്നുള്ള ഒരു തീരുമാനം നമ്മൾ കൈക്കൊള്ളുന്നുണ്ട്. നേരത്തെ കളക്ടറേറ്റ് എക്സിക്യൂട്ടീവ് ഹാളിൽ ചേർന്ന അവലോകന യോഗത്തിൽ ജില്ലയിലെ MLA മാരായ AC മൊയ്തീൻ, CC മുകുന്ദൻ, NK അക്ബർ, സേവിയർ ചിറ്റിലപ്പള്ളി, ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, സിറ്റി പോലീസ് കമ്മീഷണർ R ഇളങ്കോവൻ, റൂറൽ ജില്ലാ പോലീസ് മേധാവി നവനീത് ശർമ്മ, ജില്ലാതല ഉദ്യോഗസ്ഥർ, പട്ടികജാതി പട്ടികവർഗ വികസന ഓഫീസർമാർ, ITDP പ്രൊജക്ട് ഓഫീസർമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിയ തീവണ്ടിയിൽ 18 കിലോ കഞ്ചാവ് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തി. പോലീസ് പരിശോധന കണ്ട് കാരിയർ കഞ്ചാവ് ട്രെയിനിൽ ഉപേക്ഷിച്ച് രക്ഷപ്പെട്ടതാകാമെന്ന് കരുതുന്നു.
പ്രതിയെ കണ്ടെത്താൻ അന്വേഷണം ആരംഭിച്ചതായി റെയിൽവേ പോലീസ് അറിയിച്ചു. ശനിയാഴ്ച ഉച്ചയ്ക്ക് 12:30 ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിയ തമ്പരം മംഗലാപുരം ട്രെയിനിൽ നിന്നാണ് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ 18 കിലോ കഞ്ചാവ് കണ്ടെത്തിയത്. ട്രെയിൻ 5-ാം നമ്പർ പ്ലാറ്റ്ഫോമിലെത്തിയപ്പോൾ പോലീസ് നടത്തിയ പരിശോധനയ്ക്കിടെ 2 ബാഗുകൾ ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു. ബാഗുകൾ തുറന്നു നോക്കിയപ്പോൾ ഉള്ളിൽ കഞ്ചാവായിരുന്നു. എന്നാൽ കഞ്ചാവ് കടത്തുന്ന വ്യക്തിയെ കണ്ടെത്താനായില്ല. പാലക്കാട് റെയിൽവേ ഡിവൈഎസ്പി എം സന്തോഷ് കുമാർ, റെയിൽവേ സർക്കിൾ ഇൻസ്പെക്ടർ PV രമേഷ് എന്നിവരുടെ നിർദ്ദേശപ്രകാരം നടത്തുന്ന പതിവ് പരിശോധനയ്ക്കിടെയാണ് ട്രെയിനിൽ നിന്ന് കഞ്ചാവ് കണ്ടെത്തിയത്. SI B ജോഷ്, SI MS ജയപ്രകാശ്, ASI സുപ്രിയ എന്നിവരാണ് പരിശോധനാ സംഘത്തിലുണ്ടായിരുന്നത്. പതിവ് പരിശോധനയ്ക്കിടെയാണ് കഞ്ചാവ് കണ്ടെത്തിയതെന്നും ശക്തമായ പരിശോധന തുടരുമെന്നും പ്രതിക്കായി അന്വേഷണം ആരംഭിച്ചതായും ഷൊർണൂർ റെയിൽവേ പോലീസ് SI അനിൽ മാത്യു അറിയിച്ചു. ഇന്ന് ഉച്ചയ്ക്ക് എത്തിച്ചേർന്ന താമരം മംഗലാപുരം വണ്ടിയിലുണ്ട് 16-159 ട്രെയിനിൽ നിന്ന് 18 കിലോഗ്രാം കഞ്ചാവ് ഇന്ന് കണ്ടെത്തിയിരുന്നു. 2 ബാഗുകളിലായിട്ട് സീറ്റിനടിയിൽ ഒളിപ്പിച്ച നിലയിലാണ്. പ്രതിയെ കണ്ടെത്താൻ പറ്റിയിട്ടില്ല. പരിശോധന തുടരുന്നു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പെട്രോളുമായി പോവുകയായിരുന്ന 70,000 ലിറ്റർ കപ്പാസിറ്റിയുള്ള ഗൂഡ്സ് ട്രെയിനിൽ ഇന്ധന ചോർച്ച. എറണാകുളം ഇരിമ്പനത്തിൽ നിന്നും ബാംഗ്ലൂർ ദേവനകുടിയിലേക്ക് പോവുകയായിരുന്ന ഓയിൽ ടാങ്കർ ട്രെയിനിലാണ് ചോർച്ചയുണ്ടായത്. പാലക്കാട് കഞ്ചിക്കോറിന് സമീപത്ത് വെച്ചാണ് ചോർച്ച ശ്രദ്ധയിൽപ്പെട്ടത്. ട്രെയിനിലെ 13ാമത്തെ ടാങ്കറിൽ ഇന്ധന ചോർച്ചയുണ്ടായി പെട്രോൾ പുറത്തേക്ക് പോകുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ട്രെയിൻ നിർത്തിയിടുകയായിരുന്നു. കഞ്ചിക്കോട് റെയിൽവേ സ്റ്റേഷൻ മാസ്റ്റർ അഗ്നിരക്ഷാ സേനയെ വിവരമറിയിച്ചതിനെ തുടർന്ന് അഗ്നിരക്ഷാസേന 2 യൂണിറ്റ് സ്ഥലത്തെത്തി സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിച്ചു. തുടർന്ന് 1 മണിക്കൂറിനകം പാലക്കാട് റെയിൽവേ മെക്കാനിക് വിഭാഗം ജീവനക്കാരെത്തി ടാങ്കറിലെ സൈഡ് വാൽവിന്റെ ലീക്ക് അടച്ച് വൻ ദുരന്തം ഒഴിവാക്കി. അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ K മധുവിന്റെ നേതൃത്വത്തിൽ ഫയർമാൻമാരായ V കണ്ണദാസ്, R രാകേഷ്, R സതീഷ്, ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസിലെ ഡ്രൈവർമാരായ അബു സാലി, P മനോജ് എന്നിവരുടെ നേതൃത്വത്തിൽ 15ഓളം സേനാംഗങ്ങളാണ് സുരക്ഷാ മുൻകരുതലുകൾക്ക് നേതൃത്വം നൽകിയത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. തൃശൂരിൽ ATM കവർച്ച നടത്തിയത് ഹരിയാനയിലെ മേവത് ഗ്യാങ്. പണം കണ്ടെയ്നറിൽ ഒളിച്ചു കടത്തുന്നതിനിടെ കഴിഞ്ഞ ദിവസമാണ് കവർച്ചാ സംഘം തമിഴ്നാട്ടിൽ വെച്ച് പിടിയിലായത്. തൃശൂരിൽ നിന്നുള്ള പോലീസ് സംഘം തമിഴ്നാട്ടിലെത്തിയിട്ടുണ്ട്. മറ്റ് പല ATM കവർച്ചകൾക്ക് പിന്നിലും ഇതേ സംഘമാണെന്ന് സൂചന ലഭിച്ചിട്ടുണ്ടെന്ന് തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ R ഇളങ്കോവൻ പറഞ്ഞു. കാർ കണ്ടെയ്നർ ലോറിയിലേക്ക് കയറ്റി പണം ഒളിച്ചു കടത്തുന്നതിനിടെ തമിഴ്നാട്ടിലെ നാമക്കലിന് സമീപമാണ് 6-അംഗ കവർച്ചാ സംഘം കഴിഞ്ഞ ദിവസം പോലീസിന്റെ പിടിയിലായത്. തൃശൂരിൽ മോഷ്ടിക്കാനെത്തിയ കാറും മോഷ്ടിച്ച 65 ലക്ഷം രൂപയും കണ്ടെയ്നർ ലോറിക്കുള്ളിൽ നിന്ന് കണ്ടെത്തിയിരുന്നു. ലോറി മറ്റൊരു വാഹനത്തിൽ ഇടിച്ചതാണ് പ്രതികളെ കുടുക്കിയത്. അപകടശേഷം ലോറി പോലീസ് നിരീക്ഷണത്തിലായിരുന്നു. പിന്നീട് തമിഴ്നാട് പോലീസ് കണ്ടെയ്നർ വളഞ്ഞിട്ട് പ്രതികളെ പിടികൂടുകയായിരുന്നു. ഇതിനിടെയാണ് വെടിവെപ്പുണ്ടായതും പ്രതികളിൽ ഒരാൾ മരിച്ചതും. മറ്റൊരു പ്രതിക്ക് കാലിൽ വെടിയേൽക്കുകയും ചെയ്തു. മോഷണത്തിനു പിന്നിൽ ഹരിയാനയിലെ മേവത് ഗ്യാങ് ആണെന്നാണ് കണ്ടെത്തൽ. അസറുദ്ദീൻ, ജുമാൻ, ഇർഫാൻ, മുബാറക്, സബീർ ഖാൻ, മുഹമ്മദ് ഇക്ബാൽ തുടങ്ങിയവരാണ് പ്രതികൾ. ഇതിൽ ജുമാനാണ് വെടിയേറ്റു മരിച്ചത്. 2021 കണ്ണൂരിലും സമാന രീതിയിൽ മോഷണം നടന്നിരുന്നു. മറ്റ് സംസ്ഥാനങ്ങളിലുള്ള കടപ്പയിലും കൃഷ്ണഗിരിയിലും മുമ്പ് കവർച്ച നടത്തിയത് ഇതേ സംഘങ്ങളാണെന്നുള്ള സൂചന ലഭിച്ചിട്ടുണ്ടെന്ന് തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ R ഇളങ്കോ അറിയിച്ചു. ഈ ടീം ഇതിനു മുമ്പ് കടപ്പയിൽ നടത്തിയത് ഈ ടീം എന്ന ഒരു സൂചന കിട്ടിയിട്ടുണ്ട്. സ്ഥിരീകരിച്ചിട്ടില്ല. കൃഷ്ണഗിരിയിലുള്ളത് ഈ ടീം ഇല്ലാതിരിക്കാൻ സാധ്യത ഉണ്ട് എന്നൊരു സൂചന കിട്ടിയിട്ടുണ്ട്. ഇത് പ്രൊഫഷണൽ ടീമാണ്. ഈ ഒരു ജില്ലയെ നാം മുഴുവനായിട്ട് കുറ്റം പറയാനില്ല. പക്ഷേ മുൻകാല അന്വേഷണങ്ങളിലും സമാനമായ കേസുകൾ തെളിയിച്ച പോലീസിനോട് നാം ബന്ധപ്പെട്ടതിൽ നിന്ന് ഈ ഒരു വിഷയത്തിൽ ലാസ്റ്റ് ഒരു 2-3 ഇയേഴ്സിൽ അലാറം സിസ്റ്റം, സെൻട്രലൈസ്ഡ് അലാറം സിസ്റ്റം വന്നതോടുകൂടി നമുക്ക് അലേർട്ട് ഫസ്റ്റ് സംഭവത്തിൽ ഒരു 25 നിമിഷത്തിനുള്ളിൽ അലേർട്ട് കിട്ടിയിട്ടുണ്ട്. രണ്ടാമത്തെ സംഭവത്തിൽ ഒരു 50 മിനിറ്റിൽ അലേർട്ട് കിട്ടി ഫ്രം SBI കൺട്രോൾ റൂം. മൂന്നാമത്തെ സംഭവത്തിൽ കിട്ടി. അപ്പോൾ ഇത് ഒരു ഇറ്റ്സ് എ ബെറ്റർ പ്രോസസ്സ്. ഇനിയും ക്രിട്ടിക്കൽ ATMകളിൽ ഒരു മാൻഡ് സെക്യൂരിറ്റി ഗാർഡ് ഉണ്ടാകുന്നത് നല്ലതായിരിക്കും. പിടിയിലായ പ്രതികളെ തമിഴ്നാട്ടിലെ നിയമ നടപടികൾ പൂർത്തിയാക്കി തൃശൂരിലെത്തിക്കും. ന്യൂസ് ബ്യൂറോ, തൃശൂർ. വേതനം ആവശ്യപ്പെട്ട് പാലക്കാട്ട് ആശാ വർക്കർമാരുടെ പിച്ചച്ചട്ടി സമരം. ആശാ വർക്കേഴ്സ് കോൺഗ്രസിന്റെ നേതൃത്വത്തിലായിരുന്നു സമരം. ആശാ വർക്കർമാരെ കൊണ്ട് പിച്ചച്ചട്ടി എടുപ്പിച്ച സർക്കാരാണ് പിണറായി സർക്കാർ എന്ന് സമരം ഉദ്ഘാടനം ചെയ്ത INTUC സംസ്ഥാന കമ്മിറ്റി അംഗം ചിങ്ങന്നൂർ മനോജ് പറഞ്ഞു. കേരളത്തിലെ ഏറ്റവും വലിയ ദുരന്തമാണ് സംസ്ഥാന സർക്കാരെന്നും ചിങ്ങന്നൂർ മനോജ് പറഞ്ഞു. ജീവനക്കാർക്ക് വിശേഷ അവസരങ്ങളിൽ പോലും ഒരാനുകൂല്യങ്ങളും നൽകുന്നില്ല. ഇടത് ട്രേഡ് യൂണിയനുകൾ മൗനം പാലിക്കുകയാണെന്നും
ചിങ്ങന്നൂർ മനോജ് കുറ്റപ്പെടുത്തി. ഓണമായാലും പെരുന്നാളായാലും ഈസ്റ്റർ ആയാലും വിഷു ആയാലും തിരുവാതിര ആയാലും ആശാ വർക്കർമാർ ജോലി ചെയ്യും. അതിന് വിട്ടുവീഴ്ചയില്ല. അവരുടെ ജോലി ചെയ്യുന്നെന്ന് മാത്രമല്ല, സബ് സെൻ്ററുകളിൽ വലിയ ഉയർന്ന തോതിൽ ശമ്പളം വാങ്ങുന്ന ഉദ്യോഗസ്ഥൻ ചെയ്യാത്ത ജോലി കൂടി ആശാ വർക്കറുടെ തലയിലേക്ക് അടിച്ചേൽപ്പിക്കുകയാണ്. ഇപ്പോൾ ഇന്നിപ്പോൾ നമ്മളൊരു സമരം പ്രഖ്യാപിച്ച ദിവസമാണ്. സമരം പ്രഖ്യാപിച്ച ദിവസം എല്ലാ സെൻ്ററുകളിലുമുള്ള INTUC തൊഴിലാളികളെ തെരഞ്ഞു പിടിച്ച് അവർക്ക് ജോലി ഏൽപ്പിക്കുകയാണ്. ആ ജോലി ചെയ്യാതിരുന്നാൽ സസ്പെൻഡ് ചെയ്യും. പിന്നെ ആ ജോലി സ്ഥിരം ജോലിയല്ല, ഒരു താൽക്കാലിക തൊഴിൽ പോലെയാണ് ഈ തൊഴിൽ. ഈ തൊഴിലിലൊരു വ്യവസ്ഥ ഗവൺമെൻറ് നിശ്ചയിക്കാത്തതുകൊണ്ട് ഭയപ്പെട്ടിട്ട് ആളുകൾക്ക് സമരം ചെയ്യാൻ പോയി. ജില്ലാ സെക്രട്ടറി PS ഷിജിനി അധ്യക്ഷത വഹിച്ചു. INTUC റീജിയണൽ പ്രസിഡന്റ് B അനിൽകുമാർ, V സെൽവൻ, AM അബ്ദുള്ള, ആശാ വർക്കേഴ്സ് കോൺഗ്രസ് INTUC ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് സുമ കൊല്ലങ്കോട്, ജില്ലാ ഭാരവാഹികളായ അനിത പട്ടാമ്പി, സുനിത തരൂർ, രാധ ഓമല്ലൂർ, കനകലത കുനിശ്ശേരി, ഷൈല മുതലമട, AP വിജയലക്ഷ്മി, K ബിന്ദു, സുജിത വണ്ടാഴി, AK സുമലത, മേരി ജോസഫ്, ഉഷ, അനിത പ്രഭാകരൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കെതിരെ CPI തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകി. തൃശൂർ പൂരം അലങ്കോലമായതിനെ തുടർന്ന് BJP സ്ഥാനാർത്ഥിയായിരുന്ന സുരേഷ് ഗോപി നിയമവിരുദ്ധമായി ആംബുലൻസിൽ വന്നതിനെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടാണ് പരാതി. പൂരം അലങ്കോലമായ രാത്രി തൃശൂരിൽ താമസിച്ചു വന്നിരുന്ന വീട്ടിൽ നിന്ന് തിരുവമ്പാടി ദേവസ്വം ഓഫീസിലേക്ക് സേവാഭാരതിയുടെ ആംബുലൻസിലാണ് സുരേഷ് ഗോപി എത്തിയത്. ആംബുലൻസിൽ സുരേഷ് ഗോപി എത്തുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു. രോഗികളെ കൊണ്ടുപോകുന്നതിനു വേണ്ടി മാത്രമുള്ള ആംബുലൻസ് സുരേഷ് ഗോപി നിയമവിരുദ്ധമായി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഉപയോഗിച്ചുവെന്നാണ് CPIയുടെ പരാതി. മോട്ടോർ വെഹിക്കിൾ ആക്ട് പ്രകാരം ആംബുലൻസ് രോഗികൾക്ക് സഞ്ചരിക്കാനുള്ളതാണെന്നും വ്യക്തിയുടെ സ്വകാര്യ യാത്രയ്ക്ക് ഉപയോഗിക്കാൻ പാടില്ലെന്നും പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നു. CPI തൃശൂർ മണ്ഡലം സെക്രട്ടറി KP സുമേഷാണ് പരാതി നൽകിയത്. സംഭവത്തിൽ ജോയിന്റ് RTOയ്ക്കും പരാതി നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. മുള്ളൂർക്കരയിൽ മണ്ണ് മാഫിയ സംഘത്തിന്റെ സ്വാധീനത്തിന് വഴങ്ങി അനധികൃതമായ മണ്ണ് ഖനനം നടത്തുന്നതായി പരാതി. പ്രതിഷേധവുമായി പ്രദേശവാസികൾ രംഗത്ത്. മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്തിലെ ഇരുന്നലംകോടിന് സമീപം സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തു നിന്നും ദിനംപ്രതി ലോഡ് കണക്കിന് മണ്ണാണ് മണൽ മാഫിയയുടെ സ്വാധീനത്തിന് വഴങ്ങി സ്വകാര്യ കമ്പനി കടത്തുന്നതെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. വീട് നിർമ്മാണത്തിനായി അനുമതി വാങ്ങിയതിനു ശേഷമാണ് സ്ഥലത്ത് മണ്ണ് ഖനനം നടത്തുന്നത്. അതുമാത്രമല്ലാതെ സമീപത്തെ കുന്നിടിച്ചും മണ്ണ് ഖനനം നടത്തുന്നതായി പ്രദേശവാസികൾ പറയുന്നു. മഴ പെയ്തിട്ടുണ്ടെങ്കിൽ വെള്ളം മുഴുവൻ ഞങ്ങളുടെ മുറ്റത്തേക്കാണ് വരുന്നത്. ഞങ്ങൾക്ക് ഇവിടെ മറത്ത് ഒരു തടസ്സങ്ങളൊന്നുമില്ല. അപ്പം വെള്ളം അത്രയും താത്തിട്ട് എടുത്തിട്ടുണ്ട് അവർ. അപ്പം ഇങ്ങോട്ട് വരികയാണ്, വെള്ളം മുഴുവൻ വരും. അത് ആദ്യം വെള്ളം വന്നിരുന്നാണ് ഞങ്ങളോട്ട് ആൾ തന്നെയാണ് അതൊക്കെ കെട്ടിയത്. എവിടെ അവരുടെ പറമ്പിൽ കൂടെ മണ്ണിട്ട് കെട്ടിയത് ആളാണ് ഇങ്ങോട്ട് വരുമ്പോൾ. ഞങ്ങൾക്കത് കാരണം പേടിയാണ് ഇവിടെ താമസിക്കുക. ഇവിടെ അധികം വരുന്നവരും പോകുന്നവരും മുഴുവൻ ഞങ്ങളോട് നാട്ടുകാരും ഒക്കെ പറയുന്നത് നിങ്ങളിവിടെ താമസിക്കുന്നത് എങ്ങനെയാണെന്നാണ് ഇതിൻ്റെ മുന്നേ മണ്ണെടുത്തപ്പോൾ പറഞ്ഞത്. പക്ഷെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റും. പ്രദേശത്തെ അനധികൃത മണ്ണ് ഖനനം നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് പ്രദേശവാസികളുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി നൽകി. ഉരുൾപൊട്ടൽ ഭീതി നിലനിൽക്കുന്ന പ്രദേശത്ത് ഇത്തരത്തിൽ അനധികൃത മണ്ണ് ഖനനം തുടർന്നാൽ അത് സൃഷ്ടിക്കുന്ന പ്രത്യാഘാതം വളരെ വലുതായിരിക്കുമെന്ന് പ്രദേശവാസിയും ഉള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റുമായ NS വർഗീസ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. പോക്സോ കേസിൽ സ്കൂൾ അധ്യാപകൻ അറസ്റ്റിൽ. ചെറുനെല്ലൂർ സ്വദേശി സെബിൻ ഫ്രാൻസിസിനെയാണ് കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തത്. CPM ചെറുനെല്ലൂർ ബ്രാഞ്ച് സെക്രട്ടറി കൂടിയാണ് സെബിൻ. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ലൈംഗിക പീഡനത്തിനിരയാക്കിയെന്നതാണ് കേസ്. അയൽവാസിയും അതിജീവിതയ്ക്ക് വിശ്വാസമുള്ള ആളുമായ പ്രതി 2023 പലതവണ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി പീഡിപ്പിക്കുകയായിരുന്നു. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയ സംഭവത്തിൽ പ്രതിയെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. വടക്കേക്കാട് പുന്നൂർ സ്വദേശി 26 വയസ്സുള്ള ശ്രീജിലാണ് പിടിയിലായത്. കുന്നംകുളം പോലീസ് സ്റ്റേഷൻ ഹൌസ് ഓഫീസർ UK ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയ സംഭവത്തിൽ പ്രതി വടക്കേക്കാട് പുന്നയൂർ സ്വദേശി 26 വയസ്സുള്ള ശ്രീജിലിനെ അറസ്റ്റ് ചെയ്തത്. പെൺസുഹൃത്ത് വഴി പെൺകുട്ടിയുമായി ബന്ധം സ്ഥാപിച്ച പ്രതി കലശമലയിൽ കൊണ്ടുപോയി പെൺകുട്ടിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തുകയായിരുന്നു. പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞതോടെ അധ്യാപകർ കുട്ടിയോട് കാര്യങ്ങൾ ചോദിച്ചപ്പോഴാണ് സംഭവം പുറം ലോകമറിയുന്നത്. തുടർന്ന് കുന്നംകുളം പോലീസിൽ പരാതി നൽകി. പോലീസ് കേസെടുത്ത് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. വൈദ്യപരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഒറ്റപ്പാലം അമ്പലപ്പാറ പാതയിലെ തിരണ്ടി വളവിന് സമീപം ബസ്സും കാറും കൂട്ടിയിടിച്ച് ഒരാൾക്ക് പരിക്ക്. ചുനങ്ങാട് പിലാത്ര സ്വദേശി ഹാരിസിനാണ് പരിക്കേറ്റത്.
രാവിലെ 11 മണിയോടെയാണ് അപകടം. മണ്ണാർക്കാട് ഭാഗത്തേക്ക് പോകുകയായിരുന്ന ബസ്സും എതിരെ വന്ന കാറും കൂട്ടിയിടിക്കുകയായിരുന്നു. പരിക്കേറ്റ ഹാരിസിനെ ഒറ്റപ്പാലത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മനുഷ്യ വന്യജീവി സംഘർഷം ഒഴിവാക്കുന്നതിന് വനം വകുപ്പിന്റെ ജാഗ്രതാപൂർണമായ പരിശ്രമം ആവശ്യമെന്ന് മലമ്പുഴ MLA A. പ്രഭാകരൻ. പാലക്കാട് വനം ഡിവിഷനിലെ വിവിധ കെട്ടിടങ്ങളുടെയും സാമൂഹ്യ വനവൽക്കരണ ഡിവിഷനിലെ കെട്ടിടങ്ങളുടെയും ഷൊർണൂർ നഗരവനത്തിന്റെയും ഉദ്ഘാടനവും വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിനുള്ള മോട്ടോർ സൈക്കിളുകളുടെ ഫ്ളാഗ് ഓഫ് കർമ്മവും പാലക്കാട് ഡിവിഷൻ ഫോറസ്റ്റ് ഓഫീസിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കുറച്ചുകൂടി കാര്യക്ഷമത പ്രകടിപ്പിക്കാൻ അവർക്ക് താമസിക്കാനുള്ള സൗകര്യം, വാഹന സൗകര്യം, അതുപോലെ അതിൻ്റെ ക്വാർട്ടേഴ്സ്, അതുപോലെ തന്നെ ചികിത്സിക്കാനുള്ള സൗകര്യം തുടങ്ങിയിട്ടുള്ള സംവിധാനങ്ങൾ ഇവിടെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ നാട്ടിലെ ജനങ്ങളെ കൂടി സംരക്ഷിക്കാനുള്ളതിൻ്റെ, അല്ലാതെ മൃഗങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി മാത്രമല്ല, ജനങ്ങളോട് സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായി നടക്കുന്ന അനുബന്ധ പ്രവർത്തനം എന്ന നിലയ്ക്ക് ഇപ്പോൾ 10-12 മോട്ടോർ ബൈക്ക് നമ്മൾ ഉദ്ഘാടനം ചെയ്തു. ഇവിടെ ഒരു പാമ്പ് വന്നാലും എന്തെങ്കിലും ഒരു പന്നി വന്നാലും പിന്നെ ഉയർന്ന ആന, പുലി തുടങ്ങിയ രീതിയിലുള്ളത് വരുമ്പോഴും ഈ ഫോറസ്റ്റിൻ്റെ ഉദ്യോഗസ്ഥന്മാരെ വിളിച്ച് അവരെ കിട്ടിയില്ല എന്നുള്ള ഒരു പരാതിയൊക്കെ അർദ്ധരാത്രിയൊക്കെ വിളിക്കാൻ എനിക്ക് വല്ലാത്ത വിഷമം തോന്നിയിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ 3ാം വാർഷികത്തിന്റെ 100 ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിച്ച ചടങ്ങിൽ ഷൊർണൂർ നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു. പാലക്കാട് ഈസ്റ്റേൺ സർക്കിൾ ഫോറസ്റ്റ് ചീഫ് കൺസർവേറ്റർ K. വിജയാനന്ദൻ IFS, മലമ്പുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് V. ബിജോയ്, വിവിധ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ PR ബിന്ദു, സുനിത അനന്തകൃഷ്ണൻ, രാധിക മാധവൻ, P. ജയശ്രീ, ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികളായ L. ഇന്ദിര, K. ഉണ്ണികൃഷ്ണൻ, VK ജയപ്രകാശ്, KP പ്രസാദ്, ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർമാരായ P. പ്രവീൺ, C. അബ്ദുൽ ലത്തീഫ്, ജോസഫ് തോമസ് തുടങ്ങിയവരും വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. സ്വച്ഛതാ ഹി സേവാ ക്യാമ്പയിന്റെ ഭാഗമായി ഷൊർണൂർ നഗരസഭയുടെ നേതൃത്വത്തിൽ മനുഷ്യച്ചങ്ങലയും മെഗാ ശുചീകരണവും നടത്തി. നീളയോരത്തെ ടൂറിസ്റ്റ് സ്പോട്ടിൽ നടന്ന പരിപാടി ഡെപ്യൂട്ടി ചെയർപേഴ്സൺ P. സിന്ധു ഉദ്ഘാടനം ചെയ്തു. ഒക്ടോബർ 2 മുതൽ 2025 മാർച്ച് 30 കേരളത്തെ ഒരു മാലിന്യമുക്ത സംസ്ഥാനമാക്കി മാറ്റുക എന്ന ലക്ഷ്യം പൂർത്തീകരിക്കാൻ നമുക്ക് സാധിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. നമുക്കറിയാം, നമ്മൾ വീടുകളിൽ നിന്നാണ് ആദ്യമായി ശുചിത്വബോധം ഉണ്ടാക്കി കൊണ്ടുവരേണ്ടത്. അതിൻ്റെ ഭാഗമായി നമ്മൾ ഹരിതകർമ്മ സേനാംഗങ്ങൾ 2018 മുതൽ നമ്മുടെ മുനിസിപ്പാലിറ്റികളിലും അതുപോലെ തന്നെ കേരളത്തിലൊക്കെ പ്രവർത്തനം ആരംഭിക്കുകയും ആദ്യഘട്ടത്തിൽ ഒട്ടേറെ പ്രതിസന്ധികൾ ഉണ്ടായിരുന്നെങ്കിലും ഇന്ന് മിക്ക വാർഡുകളും 100% പൂർത്തീകരിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ചടങ്ങിൽ നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K. കൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ചു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ലക്ഷ്മണൻ സ്വാഗതം പറഞ്ഞു. കൗൺസിലർ EP. നന്ദകുമാർ, നഗരസഭാ സെക്രട്ടറി PS. രാജേഷ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു. ശുചിത്വ മിഷൻ പ്രതിനിധി P. രേഷ്മ ശുചിത്വ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ഷൊർണൂർ നഗരസഭാ പരിധിയിലെ IPT കോളേജിലെ NCC വിദ്യാർത്ഥികളും SN കോളേജിലെ NSS വോളണ്ടിയർമാരും ഹരിതകർമ്മസേനാംഗങ്ങളും ശുചീകരണ വിഭാഗം ജീവനക്കാരും കൗൺസിലർമാരും ആരോഗ്യ വിഭാഗം ജീവനക്കാരും ശുചീകരണ യജ്ഞത്തിൽ പങ്കെടുത്തു. ശുചീകരണത്തിന് ശേഷം കൊച്ചിൻ പാലത്തിന് സമീപം സൃഷ്ടിച്ച മനുഷ്യച്ചങ്ങലയിൽ ഇവർ അണിനിരന്നു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പറളി തേനൂർ അയ്യർമല വനമേഖലയിൽ മാലിന്യം തള്ളുന്നത് വ്യാപകം. മേഖലയിൽ മാലിന്യ കൂമ്പാരമായിട്ടും മൗനം പാലിച്ച് അധികൃതർ. മുന്നറിയിപ്പ് ബോർഡുകളും നിരോധന നിയമങ്ങളും യഥേഷ്ടമുണ്ടായിട്ടും എല്ലാം നോക്കുകുത്തിയാക്കി വനമേഖലയിൽ മാലിന്യം തള്ളുന്നതിന് ഒരു കുറവുമില്ല. മാലിന്യത്തിന്റെ ദുരിതം പേറുന്നതും ഇരയാവുന്നതും ബഹുഭൂരിഭാഗവും വനമേഖലയിലെ മിണ്ടാപ്രാണികൾ. പറളി തേനൂർ അയ്യർമല വനമേഖലയിലാണ് നിയമത്തിന് തെല്ലും വില കൽപ്പിക്കാതെ മാലിന്യം തള്ളുന്നത് വ്യാപകമാകുന്നത്. പ്രദേശത്ത് ജനവാസം കുറവായതിനാൽ രാത്രികാലങ്ങളിലും പുലർച്ചെയുമാണ് വാഹനങ്ങളിലെത്തി മാലിന്യം തള്ളുന്നത് വ്യാപകമാകുന്നത്. വിദൂര സ്ഥലങ്ങളിൽ നിന്നുവരെ ഇവിടെ മാലിന്യം തള്ളാൻ എത്തുന്നുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. വനമേഖലയിൽ മാലിന്യം തള്ളുന്നവരെ പിടികൂടി അർഹമായ ശിക്ഷയും പിഴയും നൽകണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ജീവനക്കാരെയും പെൻഷൻകാരെയും അവഗണിക്കുന്ന ഇടതു സർക്കാരിനെ കാത്തിരിക്കുന്നത് കനത്ത തിരിച്ചടിയെന്ന് KSFP സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം C. ബാലൻ.
പാലക്കാട് പെൻഷനേഴ്സ് അസോസിയേഷൻ പ്രവർത്തക സമിതി യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മന്ത്രിമാരുടെയും MLA-മാരുടെയും സ്റ്റാഫുകൾക്ക് 5 ദിവസം മുമ്പ് ശമ്പളം നൽകുന്ന സർക്കാരാണ് ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും വേതനം തടസ്സപ്പെടുത്തുന്നത്. വേതന കുടിശ്ശികയും പെൻഷൻ പരിഷ്കരണവും അട്ടിമറിക്കാനുള്ള നീക്കം ശക്തമായി ചെറുക്കുമെന്നും സി ബാലൻ പറഞ്ഞു. സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നും നിർദ്ദേശം വരും. നമ്മുടെ മുന്നിലുള്ള പ്രധാനപ്പെട്ട കാര്യം സംഘടനാ കാര്യം ജില്ലാ സമ്മേളനമാണ്. അതിന് മുമ്പ് ഒരു കാര്യം നമ്മുടെ ജില്ലാ പ്രസിഡന്റ് സൂചിപ്പിച്ചത് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ നിർവാഹമാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം നടത്തിയ KSSB നടത്തിയ സത്യാഗ്രഹം, ആ സത്യാഗ്രഹം അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി KM റഷീദ്, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M പോൾ, M ഉണ്ണികൃഷ്ണൻ, പുത്തൂർ രാമകൃഷ്ണൻ, K രാമനാഥൻ, R മണി, A ഗോപിനാഥൻ, TP ഉമ്മൻ, VP രാധാകൃഷ്ണൻ, P ഭക്തവത്സലൻ, പോൾ P ആലീസ്, PD സുവർണൻ, KK ശൈലജ, ജമീല റഷീദ്, CT ചന്ദ്രിക എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ് പാലക്കാട് ജില്ലാ കമ്മിറ്റി ഷൊർണൂരിൽ വിജ്ഞാന സദസ്സ് നടത്തി. വെളിച്ചമാണ് തിരുദൂതർ എന്ന തലക്കെട്ടിൽ മയിൽവാഹനം കമ്മ്യൂണിറ്റി ഹാളിലായിരുന്നു സദസ്സ്. വിജ്ഞാന സദസ്സ് ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ് കേരള സെക്രട്ടറി അബ്ദുൽ ഹക്കീം നദ്വി ഉദ്ഘാടനം ചെയ്തു. മുത്തഖീങ്ങളുടെ ഇമാം എന്ന് പറയുന്ന പദവി അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു നൽകിയിട്ടുണ്ട്. വസയ്യിദു വലദി ആദം, ആദം സന്തതികളുടെ ഈ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരുടെയും സയ്യിദ്, നേതാവ് എന്ന് പറയുന്ന പദവി അല്ലാഹുവിന്റെ റസൂലിന് അല്ലാഹു നൽകിയിട്ടുണ്ട്. വ ഇമാമുൽ അംബിയാഇ ഇദ ഇജ്തമഉ, ലോകത്തുള്ള എല്ലാ അംബിയാക്കളും ഒരുമിച്ച് കൂടുന്ന ഒരു ഘട്ടം വന്നു കഴിഞ്ഞാൽ ആ അംബിയാക്കളുടെ ഇമാം, ആ അംബിയാക്കളുടെ നേതാവ് എന്ന് പറയുന്ന പദവി അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ളത്. ജില്ലാ പ്രസിഡന്റ് കളത്തിൽ ഫാറൂഖ് അധ്യക്ഷത വഹിച്ചു. മുഹമ്മദ് ഹുസൈൻ സഖാഫി മുഖ്യപ്രഭാഷണവും ബുഷേറുദ്ദീൻ ഷർഖി സമാപന പ്രസംഗവും നടത്തി. ജമാഅത്തെ ഇസ്ലാമി പാലക്കാട് ജില്ലാ ജനറൽ സെക്രട്ടറി മുഹമ്മദ് മുസ്തഫ സ്വാഗതവും അബ്ദുൽ ഗനി മാസ്റ്റർ നന്ദിയും പറഞ്ഞു. വെളിച്ചമാണ് തിരുദൂതർ എന്ന മുദ്രാവാക്യവുമായാണ് ഷൊർണൂരിൽ ജമാഅത്തെ ഇസ്ലാമി വിജ്ഞാന സദസ്സ് സംഘടിപ്പിച്ചത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. സാങ്കേതിക കുരുക്കിൽ കുടുങ്ങി പെരുങ്ങോട്ടുകുശി അരുത്തിക്കോട് തോട്ടുപാലം നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ച് 5 വർഷം പിന്നിട്ടിട്ടും പ്രവൃത്തി പൂർത്തിയാവാത്തതിൽ പ്രതിഷേധവുമായി നാട്ടുകാർ. പെരുങ്ങോട്ടുകുശി ഗ്രാമപഞ്ചായത്തിലെ 6ാം വാർഡിലെ അരുത്തിക്കോട് തോട്ടുപാലമാണ് 5 വർഷത്തോളമായിട്ടും പണി പൂർത്തിയാക്കാതെ കിടക്കുന്നത്. ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ചാണ് പാലം നിർമ്മാണം തുടങ്ങിയത്. നിർമ്മാണത്തിലെ സാങ്കേതിക പിഴവാണ് പാലം നിർമ്മാണം പാതി വഴിയിൽ നിൽക്കാൻ കാരണമെന്ന് നാട്ടുകാർ കുറ്റപ്പെടുത്തുന്നു. അമിതമായി ഉയരം കൂട്ടി നിർമ്മിച്ചതു കാരണം പാലത്തിലേക്ക് കയറാൻ കോണി സ്ഥാപിക്കേണ്ട അവസ്ഥയാണുള്ളതെന്നും പാലത്തിന് മുകളിലൂടെ 8 അടിയോളം ഉയരത്തിൽ ഹൈടെക് വൈദ്യുതി ലൈൻ കടന്നുപോകുന്നതിനാൽ പാലത്തിന് മുകളിൽ കയറിയാൽ ഷോക്കടിക്കാനുള്ള സാധ്യതയും ഏറെയാണെന്നും നാട്ടുകാർ പറയുന്നു. പാലം 5 അടിയിൽ കൂടുതൽ ഉയരം കൂട്ടേണ്ടതില്ലെന്നും നിലവിലുള്ള പഴയ തോട്ടുപാലം വീതി കൂട്ടി ബലപ്പെടുത്തിയാൽ മതിയെന്നും നാട്ടുകാരും കർഷകരും പ്രാദേശിക ജനപ്രതിനിധികളും അറിയിച്ചിരുന്നെങ്കിലും അതൊന്നും എഞ്ചിനീയർമാർ മുഖവിലയ്ക്കെടുത്തില്ലെന്നും നാട്ടുകാർ പരാതിപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. വടക്കാഞ്ചേരി മേഖലയിലെ പച്ചക്കറിത്തോട്ടങ്ങളിൽ വില്ലനായി കായീച്ചകൾ. പ്രതിരോധം തീർക്കാനുള്ള നെട്ടോട്ടത്തിലാണ് കർഷകർ. വിള നശിപ്പിക്കുന്ന കായീച്ചകൾ കർഷകരുടെ പേടി സ്വപ്നമാണ്. വിളഞ്ഞ പച്ചക്കറികളിൽ ഈച്ചകൾ വന്ന് കടിക്കുന്നതോടെ പച്ചക്കറി ഒന്നാകെ നശിക്കുന്ന സ്ഥിതിയുണ്ട്. മേഖലയിൽ ഈച്ചകളുടെ സാന്നിധ്യം കൂടിയതോടെ കൃഷിയിടങ്ങളിൽ ഈച്ചക്കെണിയൊരുക്കി പ്രതിരോധിക്കുകയാണ് കർഷകർ. പ്രത്യേകം തയ്യാറാക്കിയ പ്ലാസ്റ്റിക് ബോക്സിന് നടുവിൽ ഈച്ചകളെ ആകർഷിക്കാനുള്ള ചെറിയ രാസപദാർത്ഥം വെച്ചാണ് കെണിയൊരുക്കുന്നത്. ഇതിൽ നിന്ന് വമിക്കുന്ന ഗന്ധത്തിൽ ആകൃഷ്ടരായി ഈച്ചകൾക്ക് പിന്നീട് കെണി വിട്ടുപോകാനാകില്ല. ഒരേക്കറിൽ 1-2 കെണിയൊരുക്കും. രാസമരുന്ന് തളിക്കാത്ത വിഷരഹിത പച്ചക്കറികളിലാണ് കായീച്ചകളുടെ ശല്യം കൂടുതൽ ഉണ്ടാവുക എന്ന് കർഷകർ പറയുന്നു. ഞങ്ങൾ എല്ലാ കൊല്ലവും കൃഷി ചെയ്യാറുള്ളതാണ്. പക്ഷേ ഈ കൊല്ലം എല്ലാ കൂട്ടവും ഉണ്ട്, കുറേ ഐറ്റംസ് ഉണ്ട്. എല്ലാ കൃഷി വടക്കാഞ്ചേരി മൂങ്ങടത്തിക്കൂടെ കൃഷിഭവനിലൊക്കെ കൊടുത്തു. ഓട്ടുപാറ എല്ലാ കടകളിലും കൊടുത്തു. ലാസ്റ്റ് മാർക്കറ്റിലേക്ക് കൊണ്ടുപോകണം. വിഷം അടിക്കാണ്ടൊക്കെ ഈച്ച കെണിയിലാക്കിയിട്ട് നമ്മൾ കെണിയിൽ പെടുത്തിയിട്ടുണ്ട്. അത് പിന്നെ മരുന്നടിയൊക്കെ കുറവാണ്. രാസവളം അതും ഉപയോഗിക്കാറില്ല, മരുന്ന് അതും ഉപയോഗിക്കാറില്ല. അങ്ങനെയാണ്. മരുന്ന് തളിക്കാത്തതുകൊണ്ടാണ് ഈച്ചക്കെണി ഒരുക്കേണ്ടി വരുന്നത്. കെണികൾ ഒരുക്കിയിട്ടും ഈച്ചകളുടെ ശല്യം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ വലിയ അങ്കലാപ്പിലാണ് മേഖലയിലെ കർഷകർ. ന്യൂസ് ബ്യൂറോ, തൃശൂർ.
ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ തൃശൂർ ജില്ലാ ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി നേച്ചർ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ 5 ദിവസം നീണ്ടു നിൽക്കുന്ന 10ാമത് ത്രിനേത്ര ഫോട്ടോഗ്രാഫി പ്രദർശനത്തിന് തൃശൂർ ലളിതകലാ അക്കാദമി ചിത്രശാല ആർട്ട് ഗാലറിയിൽ തുടക്കമായി. ക്ലബിലെ തിരഞ്ഞെടുത്ത 38ഓളം ഫോട്ടോഗ്രാഫർമാരുടെ ചിത്രങ്ങളാണ് ആർട്ട് ഗാലറിയിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. പ്രശസ്ത ഫോട്ടോഗ്രാഫറും ക്ലബിലെ അംഗവുമായിരുന്ന KB ഗിരീഷിന്റെ ഛായാചിത്രത്തിനു മുന്നിൽ പുഷ്പാർച്ചന നടത്തിയതിനു ശേഷമാണ് പരിപാടികൾക്ക് തുടക്കമായത്. പ്രശസ്ത സിനിമാ താരവും 2024 മികച്ച സ്വഭാവ നടിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടിയ ശ്രീഷ്മ ചന്ദ്രൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. എന്താ പറയുക, എവിഡൻ്റ് ആണ്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും, ഇപ്പം ഞാൻ സിനിമ ബാക്ക്ഗ്രൗണ്ട് നിന്നുകൊണ്ടാണ് ഇപ്പോൾ വരുന്നത്. ഞാൻ കൃത്യമായി സിനിമ ബാക്ക്ഗ്രൗണ്ടുള്ള ആളല്ലായിരുന്നു, പക്ഷേ ഞാൻ ഡാൻസും ലിറ്ററേച്ചറൊക്കെയാണ് എൻ്റെ മെയിൻ ഇവൻറ്റ്സ്. എൻ്റെ സൈഡിൽ കൂടെ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് എനിക്ക് സിനിമ വന്നത്. ഞാൻ ചെയ്ത 2ാമത്തെ സിനിമയ്ക്കാണ് ഈ അവാർഡ് ഉള്ളത്. സിനിമയായിട്ട് വളരെ അടുത്ത് നിൽക്കുന്ന ഒരു മേഖല തന്നെയാണ് ഫോട്ടോഗ്രാഫിയും. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ എന്നെക്കാളും എത്രയോ എക്സ്പീരിയൻസ് ഉള്ളവരാണ് നിങ്ങളെല്ലാവരും. അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും മുന്നിൽ വന്ന് 2 വാക്ക് സംസാരിക്കാൻ പറ്റുന്നത് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ടും ഞാൻ കാണുവാണ്. ഇത്രയും ഗംഭീരമായിട്ടുള്ളൊരു എക്സിബിഷൻ ഇനോഗ്രേറ്റ് ചെയ്യാൻ എനിക്ക് കിട്ടിയിട്ടുള്ള ഈ ചാൻസിലും ഞാൻ സന്തോഷമായിട്ട് പങ്കെടുക്കുന്നെന്ന് പറയുവാണ്. ഇപ്പോൾ ലളിതകലാ അക്കാദമിയിൽ ഇപ്പോൾ ലാസ്റ്റ് ടൈം ഇവിടെ ഇങ്ങനെ വന്ന് നിൽക്കുന്നതുകൊണ്ട് പറയുവാണ്. AKPA തൃശൂർ ജില്ലാ പ്രസിഡന്റ് അനിൽ തുമ്പയിൽ അധ്യക്ഷനായി. AKPA സംസ്ഥാന പ്രസിഡന്റ് AC ജോൺസൺ മുഖ്യാതിഥിയായി. ചടങ്ങിൽ ഏറ്റവും നല്ല ഫോട്ടോഗ്രാഫർക്കുള്ള എക്സിബിഷൻ ഓഫ് ഇയർ പുരസ്കാരം നേടിയ റനീഷ് രാജന് മൊമന്റോയും പ്രശസ്തി പത്രവും നൽകി. സംഘടനാ നേതാക്കളായ ജനീഷ് പാമ്പൂർ, CG ടൈറ്റസ്, സജീവ്, PN സുനിൽ, PV മുരളി, സുനിൽ ബ്ലാക്ക്സ്റ്റോൺ തുടങ്ങിയവർ സംസാരിച്ചു. ക്ലബ് കോർഡിനേറ്റർ സുരേഷ് കീഴ്ത്താണി സ്വാഗതവും സബ് കോർഡിനേറ്റർ അജി ഗ്രേസ് നന്ദിയും പറഞ്ഞു. പങ്കെടുത്ത 38 മെമ്പർമാർക്കും ചടങ്ങിൽ സർട്ടിഫിക്കറ്റ് നൽകി ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. കന്നുകാലികളുടെ ഓണമെന്നറിയപ്പെടുന്ന ആയില്യം മകം ആഘോഷിച്ച പത്രിപ്പാല മങ്കര മേഖലകളിലെ കർഷകർ. പാലക്കാട് നെൽ കാർഷിക മേഖലയിലെ പഴമയുടെ തിരിശേഷിപ്പാണ് ആയില്യം മകം ആഘോഷം. അന്യം നിന്നുപോയ ആയില്യം മകം നാളുകൾ വീണ്ടും ആഘോഷമാക്കി മാറ്റുകയാണ് പത്രിപ്പാല മങ്കര മേഖലകളിലെ കർഷകർ. കന്നുകാലികളെ അണിയിച്ചൊരുക്കുകയാണ് പ്രധാന ചടങ്ങ്. ആയില്യം നാളിൽ അരിക്കുറിയും മകം നാളിൽ മഞ്ഞൾക്കുറിയുമിട്ടാണ് വീടുകളിലെ കന്നുകാലികളെ അണിയിച്ചൊരുക്കുന്നത്. കാർഷിക അഭിവൃദ്ധിക്കും കന്നുകാലികളുടെ ഐശ്വര്യത്തിനും ആരോഗ്യത്തിനും പ്രാർത്ഥന നേരുന്നതാണ് ചടങ്ങ്. ഉരുക്കളെ കുളിപ്പിച്ച് കുറിയിട്ട ശേഷമാണ് അരിക്കുറികളും മഞ്ഞൾക്കുറികളും ദേഹമാസകലം അണിയിക്കുന്നത്. ഓണവും തിരുവോണവും കഴിഞ്ഞ് 15ാം നാളിൽ ആയില്യവും 16ാം നാളിൽ മകംനാൾ ആഘോഷവുമാണ് പ്രധാനം. ചിങ്ങമാസത്തിലെ കൊയ്ത്തുത്സവം കഴിഞ്ഞ് പത്തായത്തിൽ നെല്ല് സംഭരിച്ച ശേഷം 2ാം വിളയ്ക്കുള്ള കാർഷിക ജോലികൾക്കായി കാളകളെ ഉപയോഗിക്കുന്നതിന് മുന്നോടിയായാണ് കുറിയിട്ട് ഇവയെ ഒരുക്കുന്നതെന്നാണ് പഴമക്കാരുടെ വിശദീകരണം. വീടുമുറ്റത്ത് അരിമാവ് കൊണ്ട് പൂക്കളമിട്ട് നടുവിൽ മാവേലിയെ വയ്ക്കും. തുടർന്നാണ് കന്നുകാലികൾക്ക് കുറിയിടുക. മകംനാൾ കഴിഞ്ഞാൽ മാവേലിയെ എടുത്തുമാറ്റും. നെൽകൃഷി മേഖലയിൽ ഐശ്വര്യവും അഭിവൃദ്ധിയും വന്നു ചേരാനാണ് 2 നാളത്തെ ആഘോഷം കൊണ്ട് സാധ്യമാകുന്നതെന്നാണ് കർഷകനും മങ്കര പൂലോടി ക്ഷീരസംഘം പ്രസിഡന്റുമായ KS സതീഷ് കുമാർ പറയുന്നത്. ഈ കർഷക കുടുംബങ്ങളിലാണ് ഇത് ആചരിച്ചു വരുന്നത്. ഇത് പഴയ കാലത്ത് ഈ കന്നിമാസത്തിലെ ചിങ്ങം കഴിഞ്ഞ് കന്നീര് കൊയ്ത്തൊക്കെ കഴിഞ്ഞിട്ട് പത്തായത്തിൽ നെല്ലൊക്കെ കൂട്ടിയ ശേഷം 2ാം വിളയ്ക്കുള്ള ഒരുക്കങ്ങൾക്ക് കാളകളെ ഒരുക്കുകയാണ്. അപ്പോൾ അതിനാണ് അവർ കാളകൾക്ക് ഈ ആരോഗ്യവും ഐശ്വര്യവും വരാൻ വേണ്ടിയിട്ട് ആയില്യ മകന്നാളിൽ ഇങ്ങനെ കുറി തൊട്ട് അണിയിച്ച് ആഘോഷിക്കാറുണ്ട്. അപ്പോൾ ഞങ്ങളെയൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോഴൊക്കെ എല്ലാം യന്ത്രവൽക്കൃതമായതുകൊണ്ട് കാളകളും പോത്തുകളൊന്നും ആവശ്യമില്ല. അപ്പോൾ കറവ പശുക്കൾ കന്നുകുട്ടികളും ഞങ്ങളത് വർഷങ്ങളായിട്ട് 15 ഈ ചടങ്ങ് ഇങ്ങനെ ആചരിച്ചു വരാറ്. ഈ 2 ദിവസങ്ങളിൽ കാർഷിക ജോലികൾക്ക് കർഷകർ അവധി നൽകും. കാളകൾക്ക് പകരം കറവ പശുക്കളെയാണ് ഇപ്പോൾ കർഷകർ വളർത്തുന്നത്. പശുക്കളും പാലുൽപാദനവും ജീവിതോപാധിയായതോടെ കറവ പശുക്കളും കന്നുകുട്ടികളും ഉൾപ്പെടെ ആയില്യം മകംനാളിൽ കുളിപ്പിച്ച് കുറിയിട്ടൊരുക്കി ആയില്യം മകംനാളുകളെ വരവേൽക്കുകയാണ് മേഖലയിലെ അപൂർവം ചില കർഷകർ. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. കൂനത്തറ സർക്കാർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നൈപുണ്യ വികസന കേന്ദ്രത്തിന് തുടക്കമാകുന്നു. ഇതുമായി ബന്ധപ്പെട്ട് സ്കൂൾ തല സമിതി രൂപീകരിച്ചു. രൂപീകരണ യോഗം ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രാജേന്ദ്ര പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സർക്കാർ സമഗ്ര ശിക്ഷ കേരളം വഴി നടപ്പാക്കുന്ന നൈപുണ്യ വികസന കേന്ദ്രത്തിനാണ് കൂനത്തറ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമാവുന്നത്. സ്കൂൾ തല സമിതി രൂപീകരണ യോഗത്തിൽ വാണിയംകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K ഗംഗാധരൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കോമളം ടീച്ചർ, PTA പ്രസിഡന്റ് DB രഘുനാഥ്, SMC ചെയർമാൻ O മധുസൂദനൻ, പ്രിൻസിപ്പാൾ C ജിനേഷ് കുമാർ, ഹെഡ്മിസ്ട്രസ് CP നിർമ്മല, BPO K പ്രഭാകരൻ, MPTA പ്രസിഡന്റ് NC ഷിജി എന്നിവർ സംസാരിച്ചു.
ഷൊർണൂർ MLA പി മമ്മിക്കുട്ടി, ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രാജേന്ദ്രപ്രസാദ് എന്നിവർ രക്ഷാധികാരികളും വാണിയംകുളം പഞ്ചായത്ത് പ്രസിഡന്റ് കെ ഗംഗാധരൻ ചെയർമാനും പ്രിൻസിപ്പാൾ സി ജിനേഷ് കുമാർ കൺവീനറുമായുള്ള സ്കൂൾ തല സമിതി രൂപീകരിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ദേശമംഗലം യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ആദരിക്കൽ സദസ്സും സ്വീകരണവും സംഘടിപ്പിച്ചു. ആദരിക്കൽ സദസ്സ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചേലക്കര നിയോജകമണ്ഡലം വൈസ് ചെയർമാൻ ഹംസക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് വർക്കിംഗ് പ്രസിഡന്റ് അബ്ദുൾ റഹ്മാൻ ചടങ്ങിൽ അധ്യക്ഷനായി. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി തൃശൂർ ജില്ലാ എക്സിക്യൂട്ടീവിലേക്കും ചേലക്കര നിയോജകമണ്ഡലം ചെയർമാനും തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റുമായി തെരഞ്ഞെടുക്കപ്പെട്ട പി നാരായണൻകുട്ടിക്കും വയനാട് ദുരന്തത്തിൽ സന്നദ്ധ പ്രവർത്തകനായി ദേശമംഗലത്തെ പ്രതിനിധാനം ചെയ്ത് പങ്കെടുത്ത അബ്ദുൽ സലാമിനെയും ആദരിക്കാനാണ് ചടങ്ങ് സംഘടിപ്പിച്ചത്. ദേശമംഗലം ആശുപത്രി പരിസരത്ത് നിന്നും ഘോഷയാത്രയോടുകൂടിയാണ് പ്രവർത്തകർ സമ്മേളന സ്ഥലത്തേക്ക് എത്തിയത്. സംഘടന യൂത്ത് വിംഗ് ജില്ലാ പ്രസിഡന്റ് സുബൈർ വാഴാലിപ്പാടം മുഖ്യപ്രഭാഷണം നടത്തി. ചേലക്കര നിയോജകമണ്ഡലം വനിതാ വിംഗ് ചെയർമാൻ റോസ്മേരി, ആറങ്ങോട്ടുകര യൂണിറ്റ് പ്രസിഡന്റ് അബു വരവൂർ, യൂണിറ്റ് ജനറൽ സെക്രട്ടറി അസീസ്, ദേശമംഗലം യൂണിറ്റ് അംഗങ്ങളായ നന്ദകുമാർ, TM യൂസഫ്, ജനറൽ സെക്രട്ടറി സുരേഷ് ബാബു, വൈസ് പ്രസിഡന്റ് KP സുകുമാരൻ, കൃഷ്ണകുമാർ, മുൻ ജനറൽ സെക്രട്ടറി PAM അഷ്റഫ്, CH മുസ്തഫ, ഷഹനാസ്, മിനിത തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഷൊർണൂർ കേരളീയ ആയുർവേദ സമാജം ആശുപത്രിയിൽ കുട്ടികൾക്കായി സ്വർണ്ണപ്രാശനം ഔഷധ പ്രയോഗ രീതിക്ക് തുടക്കമായി. സ്വർണ്ണപ്രാശനത്തിന്റെ ഉദ്ഘാടനം സീനിയർ ഫിസിഷ്യൻ ഡോക്ടർ KP മുരളീധരൻ നിർവഹിച്ചു. 3 മാസം മുതൽ 16 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് അവരുടെ രോഗപ്രതിരോധ ശേഷി, ഓർമ്മശക്തി, ബുദ്ധിശക്തി എന്നിവ വർദ്ധിപ്പിക്കുന്നതിനും ശാരീരികവും മാനസികവുമായ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനും ഫലപ്രദമായ അമൂല്യ ആയുർവേദ ഔഷധ പ്രയോഗ രീതിയാണ് സ്വർണ്ണപ്രാശനം. ഈ ചികിത്സാ രീതിക്കാണ് ഷൊർണൂർ കേരളീയ ആയുർവേദ സമാജത്തിൽ തുടക്കം കുറിച്ചത്. സീനിയർ ഫിസിഷ്യൻ ഡോക്ടർ KP മുരളീധരൻ സ്വർണ്ണപ്രാശനം ഉദ്ഘാടനം ചെയ്തു. എല്ലാ മാസത്തിലെയും പൂയം നക്ഷത്രത്തിൽ ഇത് നൽകപ്പെടുന്നതാണെന്ന് അധികൃതർ അറിയിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. വിവിധ രാജ്യങ്ങളിലെ അധ്യാപക സംഘം മാറ്റൂർ അറഫ ഇംഗ്ലീഷ് സ്കൂളിൽ സന്ദർശനം നടത്തി. ഐക്യരാഷ്ട്രസഭയുടെ കീഴിൽ ദുബായ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന എബ്രസോഫ് എന്ന സംഘടനയുടെ നേതൃത്വത്തിലാണ് സന്ദർശനം. വിവിധ രാജ്യങ്ങളിൽ സന്ദർശനം നടത്തി വിദ്യാഭ്യാസത്തിന്റെ ഉന്നമനത്തിനായി സാംസ്കാരിക പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി പ്രവർത്തിക്കുന്ന സംഘടനയാണ് എബ്രസോഫ്. സംഘടനയുടെ പ്രസിഡന്റായ കാമില ലീൽ റോസയുടെ നേതൃത്വത്തിലുള്ള 8-അംഗ സംഘമാണ് സ്കൂളിൽ സന്ദർശനം നടത്തിയത്. കേരളത്തിലെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് പഠിക്കുകയും അത് മറ്റു സ്ഥലങ്ങളിൽ പ്രചരിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് സന്ദർശനത്തിന്റെ പ്രധാന ഉദ്ദേശം. കേരളീയ വസ്ത്രങ്ങൾ അണിഞ്ഞ് സ്കൂളിലെത്തിയ സംഘത്തിന് വിപുലമായ പരിപാടികളോടുകൂടിയാണ് സ്കൂൾ അധികൃതർ സ്വീകരിച്ചത്. മോഹിനിയാട്ടം, കുച്ചിപ്പുടി, ഭരതനാട്യം എന്നിവയും സന്ദർശകർക്കായി ഒരുക്കിയിരുന്നു. തുടർന്ന് വിദ്യാർത്ഥികളുമായി സംഘാംഗങ്ങൾ മുഖാമുഖം ചർച്ചയും നടത്തി. Having this time to have a speech for you guys, the brilliant and the seeds of the education. I would like to invite also Mrs. Elena Lorenzo to come here with me. I am president of Abrazofa, which stands for Brazilian Association of Folklore and Future Education. ദേശമംഗലം മലബാർ എഞ്ചിനീയറിംഗ് കോളേജിലും സംഘാംഗങ്ങൾ സന്ദർശനം നടത്തി. ആറ്റൂർ അറഫ സ്കൂൾ ട്രസ്റ്റ് ചെയർമാൻ KS അബ്ദുള്ള, ജനറൽ സെക്രട്ടറി KS ഹംസ, സ്കൂൾ പ്രിൻസിപ്പൽ വസന്ത മാധവൻ, മലബാർ എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പൽ ഫൈസൽ മുഹമ്മദ്, ഡോക്ടർ ഷഹന, PA അബ്ദുൽ ലത്തീഫ് തുടങ്ങിയവരും ഒപ്പമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. CPM എരുമത്തടം ബ്രാഞ്ച് സമ്മേളനത്തിന്റെ ഭാഗമായി പ്രദേശത്തെ ആദ്യകാല പ്രവർത്തകരെ ആദരിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം MR മുരളി ഉദ്ഘാടനം ചെയ്തു. കേരളത്തിന്റെ ഇന്ന് കാണുന്ന സാമൂഹ്യ ചുറ്റുപാട് ഈ നിലയിൽ വളർന്നു വികസിച്ചു വരുന്നതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ള പങ്ക് അതുല്യമാണ്. ഒരാൾക്കും അവഗണിക്കാനും നിഷേധിക്കാനും കഴിയാത്തതാണ്. മനുഷ്യരാണെങ്കിലും മനുഷ്യർക്കുള്ള അവകാശങ്ങളോ അധികാരങ്ങളോ ഇല്ലാതെ 2 കാലിൽ നടക്കുന്ന മൃഗങ്ങളെപ്പോലെ മനുഷ്യർ ജീവിച്ചിരുന്ന ഒരു കാലം നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. ആ കാലം ഇന്നത്തെ തലമുറയോട് പറയുമ്പോൾ അതൊരു കഥയാണ് എന്ന് പുതിയ തലമുറയ്ക്ക് തോന്നിയേക്കാം. കഥയല്ല, യാഥാർത്ഥ്യമാണ്. 70 വയസ്സ് പിന്നിട്ട 50 പേരെയാണ് ആദരിച്ചത്. CPM ഒറ്റപ്പാലം ഏരിയ കമ്മിറ്റി അംഗം M സുരേന്ദ്രൻ, കുളപ്പുള്ളി ലോക്കൽ സെക്രട്ടറി N ജയബാലൻ, LC അംഗം സതീശൻ മാസ്റ്റർ, കൗൺസിലർ KP പ്രസാദ് തുടങ്ങിയവർ സംസാരിച്ചു.
മുള്ളൂർക്കര NSS ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്കൂൾ കലോത്സവം നടന്നു. കാൻ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച ബാലതാരത്തിനുള്ള പുരസ്കാരം നേടിയ മാസ്റ്റർ ഹംദാൻ മെഹ്മൂദ് കലോത്സവം ഉദ്ഘാടനം ചെയ്തു. മഞ്ജുതര എന്ന പേരിൽ സംഘടിപ്പിച്ച സ്കൂൾ കലോത്സവത്തിൽ PTA പ്രസിഡന്റ് ഷാജിമോൻ അധ്യക്ഷനായി. പ്രിൻസിപ്പൽ ഡോക്ടർ സൗമ്യ P. സുശീൽ കലോത്സവ ദിന സന്ദേശം നൽകി. PTA വൈസ് പ്രസിഡന്റ് അബ്ദുൽ ഹക്കീം, മാതൃസമിതി പ്രസിഡന്റ് പ്രജിത രാജീവ്, സ്കൂൾ ചെയർമാൻ മുഹമ്മദ് അനസ് തുടങ്ങിയവർ പരിപാടിക്ക് ആശംസകൾ അറിയിച്ചുകൊണ്ട് സംസാരിച്ചു. ഹെഡ് മിസ്ട്രസ് വീണ വേണുഗോപാൽ സ്വാഗതവും കൺവീനർ സുധ നന്ദിയും പറഞ്ഞു. 2 ദിവസങ്ങളിലായി നടന്ന കലോത്സവത്തിൽ വർണ്ണാഭമായ കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. വാണിയംകുളം പുലാച്ചിത്ര കിള്ളിക്കാവിൽ ആയില്യം പൂജ നടന്നു. വിശേഷ ചടങ്ങുകളിൽ ക്ഷേത്രം മേൽശാന്തി ദീപേഷ് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. ഒറ്റപ്പാലം കഥകളി രംഗശാലയുടെ 10ാം വാർഷികത്തോടനുബന്ധിച്ച് ലവണാസുരവധം കഥകളി അരങ്ങിലെത്തിക്കും. ഒക്ടോബർ 1 ലക്കിടി കിള്ളിക്കുരിശിമംഗലം കുഞ്ചൻ സ്മാരക വായനശാലയിലാണ് കളിവിളക്ക് തെളിയുകയെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സദനം മണികണ്ഠൻ ഹനുമാനായും സദനം ഭാസി ലവനായും സദനം മണികണ്ഠൻ കുശനായും സദനം വിജയൻ സീതയായും അരങ്ങിലെത്തും. സദനം ശിവദാസ്, ശ്രീദേവൻ ചെരുമിറ്റം, ജിഷ്ണു അത്തിപ്പറ്റ, കലാമണ്ഡലം ബലരാമൻ, ശ്രീഹരി പനാവൂർ എന്നിവർ ചെണ്ടയിലും ചെർപ്പളശ്ശേരി ശിവൻ, സദനം ജയരാജ് എന്നിവർ മദ്ദളത്തിലും അകമ്പടിയേകും. പീശപ്പള്ളി രാജീവിന്റെ നേതൃത്വത്തിൽ കഥകളി സോദാഹരണ ക്ലാസും സംഘടിപ്പിക്കും. പത്മഭൂഷൺ ഡോക്ടർ കലാമണ്ഡലം രാമൻകുട്ടി നായരെ ചടങ്ങിൽ അനുസ്മരിക്കും. സാംസ്കാരിക സദസ്സ് മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് MR മുരളി ഉദ്ഘാടനം ചെയ്യുമെന്ന് കഥകളി രംഗശാല ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇപ്രാവശ്യത്തെ കഥകളി നമ്മൾ വാർഷിക ആഘോഷമായിട്ടാണ് കൊണ്ടു നടത്തുന്നത്. അത് ഈ വരുന്ന ഒക്ടോബർ മാസം 1-ാം തീയതി ലിക്കിടിയിലുള്ള കുഞ്ചൻ സ്മാരക വായനശാലയിൽ വെച്ചിട്ടാണ് കഥകളിയുടെ ഈ വാർഷികാഘോഷം നമ്മൾ നടത്തുന്നത്. അന്ന് തന്നെ ഉച്ചയ്ക്ക് 2 മണി മുതൽ സോദാഹരണ സദസ്സ് നമ്മുടെ ശ്രീ പീശപ്പള്ളി രാജീവൻ ആണ് അത് നടത്തുന്നത്. അത് കഥകളിയെ സംബന്ധിച്ച് ആളുകൾക്ക്, അതായത് ഇതിനെ സ്നേഹിക്കുന്ന ആളുകൾക്ക് കഥകളി എന്താണ് എന്നുള്ളത് വളരെ സൂക്ഷ്മമായിട്ട് മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു ക്ലാസ്സാണ്. വളരെ പിന്നെ അതിൽ ഈ കഥകളിയിൽ വളരെയധികം പ്രാവീണ്യം നേടിയ നടനുമാണ്, വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളാണ് ശ്രീ പീശപ്പള്ളി രാജീവൻ. അദ്ദേഹമാണ് ഈ സോദാഹരണ ക്ലാസ് എടുക്കുന്നത്. ചടങ്ങിൽ പത്മശ്രീ പുരസ്കാരം ലഭിച്ച സദനം ബാലകൃഷ്ണനെ ആദരിക്കും. രംഗശാല പ്രസിഡന്റ് TY സോമസുന്ദരൻ, സെക്രട്ടറി അഡ്വക്കേറ്റ് T കാളിദാസ്, ട്രഷറർ M സുഭാഷ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. 4ാം വാർഷികത്തിലേക്ക് കടക്കുന്ന ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി എല്ലാ വിഭാഗം വിദ്യാർത്ഥികൾക്കുമായി നൂതന വിദ്യാഭ്യാസ പാഠ്യപദ്ധതികൾ നടപ്പാക്കുമെന്ന് വൈസ് ചാൻസലർ ഡോക്ടർ VP ജഗതി. കേരളത്തെ സമ്പൂർണ്ണ ബിരുദ സംസ്ഥാനമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സർവകലാശാലയുടെ പ്രവർത്തനമെന്നും വൈസ് ചാൻസലർ പാലക്കാട് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. നിലവിൽ 23 പഠന കേന്ദ്രങ്ങളിലായി 45,000-ഓളം വിദ്യാർത്ഥികൾ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഭാഗമാണ്. പ്രായപരിധിയില്ലാതെ അർഹരായ എല്ലാവർക്കും പഠിക്കാൻ അവസരം നൽകുന്നത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ സ്വീകാര്യത വർദ്ധിപ്പിച്ചു. പിന്നോക്ക വിഭാഗങ്ങൾ, രക്ഷിതാക്കളെ നഷ്ടമായവർ, അസുഖബാധിതർ തുടങ്ങി വിവിധ വിഭാഗങ്ങൾക്ക് ഫീസിനത്തിൽ ഇളവ് ലഭിക്കുന്നുണ്ട്. വിദ്യാർത്ഥികളുടെ എണ്ണം വർദ്ധിക്കുന്നതോടെ ഫീസിൽ കുറവ് വരത്തക്ക വിധമാണ് പാഠ്യരീതി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഒറ്റ രജിസ്ട്രേഷനിലൂടെ തന്നെ പാരലൽ കോളേജിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും പാഠ്യപദ്ധതി കറസ്പോണ്ടിംഗ് യൂണിവേഴ്സിറ്റിയുടെ പ്രത്യേകതയാണെന്നും വൈസ് ചാൻസലർ പറഞ്ഞു. വലിയുള്ള ഒരു സർട്ടിഫിക്കറ്റ് കൊടുത്ത് കാശ് വാങ്ങിച്ചിട്ട് വിടുക എന്നുള്ളതല്ല നമ്മുടെ ഉദ്ദേശം. ശ്രീനാരായണ ഗുരുവിന്റെ വിദ്യ കൊണ്ട് സ്വതന്ത്രമാവുക. ഇത് പഠിച്ചു കഴിഞ്ഞാൽ അവർക്കൊരു തൊഴിൽ കിട്ടണം, അവർക്കൊരു ലൈവ്ലിഹുഡിനുള്ള ഒരു എന്തെങ്കിലും ചെയ്യാൻ പറ്റണം. ആ രീതിയിലാണ് നമ്മൾ ഓരോ പ്രോഗ്രാമും ചെയ്യുന്നത്. അപ്പം നമ്മൾ ഓരോ കോഴ്സ് ഡിസൈനും ഞങ്ങളോട് തന്നെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഇത് നിങ്ങളെ മക്കളെ, നമ്മുടെ മക്കളെ വിടുക, അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കാരെ അല്ലെങ്കിൽ കൂട്ടുകാരെ ഇതിന് റെക്കമെൻഡ്, അതിനൊരു കറക്റ്റ് ആൻസർ കിട്ടുന്ന രീതിയിലാണ് നമ്മുടെ അവിടെ ഓരോ കോഴ്സും നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. വെറുതെ ഒരു
സർട്ടിഫിക്കറ്റ് കൊടുത്ത് വിടുക എന്നുള്ളതല്ല. പ്രോ വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ SV സുധീർ, സിൻഡിക്കേറ്റ് അംഗം പ്രൊഫസർ TM വിജയൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കോതുകോശി ചീറമ്പറ്റ ഭഗവതി ക്ഷേത്രത്തിൽ നവരാത്രി മഹോത്സവത്തിന് ഒക്ടോബർ 3 തുടക്കമാകും. ഒക്ടോബർ 13 വരെ നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികൾ സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്യുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ ഒറ്റപ്പാലത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഒക്ടോബർ 3 വൈകുന്നേരം 4:30 നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത്. ആഘോഷ പരിപാടികൾ സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ രാമചന്ദ്ര പുലവർ വിശിഷ്ടാതിഥിയായി പങ്കെടുക്കും. തുടർന്ന് ഡോക്ടർ പ്രശാന്ത് വർമ്മയുടെ നേതൃത്വത്തിൽ മാനസ ജപലഹരി ഭജൻ നടക്കും. 4 വൈകിട്ട് 6 മണിക്ക് പ്രഹ്ലാദ ചരിതം കഥകളി അരങ്ങേറും. 5 വൈകുന്നേരം 4:30 യജ്ഞാചാര്യന് പൂർണ്ണകുംഭം നൽകി ഗണപതി ക്ഷേത്രത്തിൽ നിന്ന് ആനയിക്കും. 5:30 ഭാഗവത മഹാത്മ്യവും ഏലൂർ ബിജു അവതരിപ്പിക്കുന്ന സോപാന സംഗീതവുമുണ്ടാകും. തുടർന്ന് ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് തുടക്കമാകും. കുറുവല്ലൂർ ഹരി നമ്പൂതിരിയാണ് യജ്ഞാചാര്യൻ. വൈകിട്ട് നൃത്തനൃത്യങ്ങളും അരങ്ങേറും. തുടർന്നുള്ള ദിവസങ്ങളിൽ വൈകിട്ട് 6:30 ക്ലാസിക്കൽ ഭജൻസ്, നൃത്തനൃത്യങ്ങൾ, ഭക്തി പ്രഭാഷണം, കലാപരിപാടികൾ എന്നിവ നടക്കും. 12 വൈകിട്ട് 6 മണിക്ക് സമാപന സമ്മേളനം മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് MR മുരളി ഉദ്ഘാടനം ചെയ്യും. ചേറമ്പറ്റ ദേവി പുരസ്കാരം സോപാന സംഗീത കലാകാരൻ അമ്പലപ്പുഴ വിജയകുമാറിന് സമർപ്പിക്കും. 2024 ഒക്ടോബർ 3 മുതൽ 13 കൂടിയ ദിവസങ്ങളിലാണ് ഈ ആഘോഷ പരിപാടികൾ നടക്കുന്നത്. യജ്ഞാചാര്യനായി ശ്രീ കുറുവള്ളൂർ ഹരി നമ്പൂതിരി, അദ്ദേഹമാണ് സപ്താഹാചാര്യനായിട്ട് നമുക്ക് ക്ഷേത്രത്തിലേക്ക് വരുന്നത്. ഒക്ടോബർ 3 നവരാത്രി ആരംഭത്തിന് ഉദ്ഘാടകനായി ശ്രീ വിദ്യാധരൻ മാസ്റ്റർ, പ്രശസ്ത സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്റർ പങ്കെടുക്കുന്നു. വിശിഷ്ടാതിഥിയായി ശ്രീ പത്മശ്രീ രാമചന്ദ്ര പുലവരുടെ സാന്നിധ്യത്തിലാണ് ഉദ്ഘാടന കർമ്മങ്ങൾ നടക്കുന്നത്. ദേവസ്വം മാനേജർ M പങ്കജാക്ഷൻ, ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് S സുജേഷ്, സപ്താഹം കമ്മിറ്റി ചെയർമാൻ KP ഗിരീഷ്, കൺവീനർ സത്യൻ ചേറമ്പറ്റ, കോർഡിനേറ്റർ സുധീർ പടിയത്ത് പറമ്പിൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പ്രധാന വാർത്തകൾ വീണ്ടും. ഭൂരഹിതരും ഭവനരഹിതരുമായ ഗോത്രവിഭാഗക്കാർക്ക് ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി വീട് നിർമ്മിക്കാൻ ആവശ്യമായ ഭൂമി ലാൻഡ് ബാങ്കിൽ ലഭ്യമാക്കുമെന്ന് മന്ത്രി OR കേളു. SC/ST പ്രൊമോട്ടർമാർ മികച്ച രീതിയിൽ പ്രവർത്തിക്കണമെന്നും മന്ത്രി. തൃശൂരിൽ പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗ വികസന വകുപ്പ് തല പദ്ധതികളുടെ ജില്ലാതല അവലോകന യോഗം. തൃശൂരിൽ ATM കവർച്ച നടത്തിയത് ഹരിയാനയിലെ മേവാത്ത് ഗ്യാങ്. കേരളത്തിലും തമിഴ്നാട്ടിലും മുമ്പ് നടന്നിട്ടുള്ള പല ATM കവർച്ചകൾക്കു പിന്നിലും ഇതേ സംഘമെന്ന് സൂചന ലഭിച്ചതായി സിറ്റി പോലീസ് കമ്മീഷണർ. കുന്നംകുളത്ത് വ്യത്യസ്ത പോക്സോ കേസുകളിൽ അധ്യാപകൻ ഉൾപ്പെടെ 2 പേർ അറസ്റ്റിൽ. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയെന്ന പരാതിയിൽ കുന്നംകുളം പോലീസ് പിടികൂടിയത് CPM ബ്രാഞ്ച് സെക്രട്ടറി കൂടിയായ സ്കൂൾ അധ്യാപകൻ ചെർനെല്ലൂർ സ്വദേശി സെബിൻ ഫ്രാൻസിസിനെ. പ്രായപൂർത്തിയാകാത്ത മറ്റൊരു പെൺകുട്ടിക്കും നേരെ ലൈംഗിക അതിക്രമം നടത്തിയ വടക്കേക്കാട് പുന്നയൂർ സ്വദേശി 26 വയസ്സുള്ള ശ്രീജിലും കുന്നംകുളം പോലീസിന്റെ പിടിയിൽ. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിയ ട്രെയിനിൽ 18 കിലോ കഞ്ചാവ് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ. ട്രെയിനിൽ കഞ്ചാവ് കണ്ടെത്തിയത് പോലീസിന്റെ പതിവ് പരിശോധനയ്ക്കിടെ. കഞ്ചാവ് കടത്തിയ വ്യക്തിയെ പിടികൂടാനായില്ല. അന്വേഷണം ഊർജിതമാക്കിയതായും ശക്തമായ പരിശോധന തുടരുമെന്നും റെയിൽവേ പോലീസ്. പെട്രോളുമായി പോകുകയായിരുന്ന 70,000 ലിറ്റർ കപ്പാസിറ്റിയുള്ള ഗുഡ് ട്രെയിനിൽ ഇന്ധന ചോർച്ച ശ്രദ്ധയിൽപ്പെട്ടത് പാലക്കാട് കഞ്ചിക്കോടിന് സമീപം വെച്ച്. വഴിമാറിയത് വൻ ദുരന്തം. ചോർച്ചയുണ്ടായത് എറണാകുളത്ത് നിന്ന് ബാംഗ്ലൂരിലേക്ക് പെട്രോളുമായി പോകുകയായിരുന്ന ഓയിൽ ടാങ്കർ ട്രെയിനിൽ. വേതനം ആവശ്യപ്പെട്ട് പാലക്കാട്ട് ആശാവർക്കർമാരുടെ പ്രതിഷേധം. പിച്ചച്ചട്ടി സമരവുമായി ആശാവർക്കേഴ്സ് കോൺഗ്രസ്. പിണറായി സർക്കാർ ആശാവർക്കർമാരെ പിച്ചയ്ക്കിറങ്ങേണ്ട അവസ്ഥയിലാക്കിയെന്ന് INTUC നേതാവ് ചിങ്ങന്നൂർ മനോജ്. സർക്കാരിനെതിരെ താക്കീതുമായി പെൻഷനേഴ്സ് അസോസിയേഷൻ. ജീവനക്കാരെയും പെൻഷൻകാരെയും നിരന്തരം അവഗണിക്കുകയും അപമാനിക്കുകയും ചെയ്യുന്ന ഇടത് സർക്കാരിനെ കാത്തിരിക്കുന്നത് കനത്ത തിരിച്ചടിയെന്ന് KSFA. വടക്കഞ്ചേരി മേഖലയിലെ പച്ചക്കറിത്തോട്ടങ്ങളിൽ വില്ലനായി കായീച്ചകൾ. പ്രതിരോധം തീർക്കാൻ കർഷകർ നെട്ടോട്ടത്തിൽ.
രാസമരുന്ന് തളിക്കാത്ത വിഷരഹിത പച്ചക്കറിയാണ് കായീച്ചകൾ വ്യാപകമായി നശിപ്പിക്കുന്നതെന്ന് കർഷകർ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.